എങ്ങനെയാണ് ഈ കഥകളി സംഗീതത്തോട് താല്പര്യം വന്നത്? ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തിന് മത്സരിക്കായിരുന്നു. അപ്പോൾ ഒരു 9th പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ ഞാൻ WIC വണ്ടൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ റഷീല എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ് എൻ്റെ വോയിസിന് കഥകളി സംഗീതം പാടിയ നന്നാവുന്ന സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് എൻ്റെ ദീപ പാലനാട് ടീച്ചറാണ് എന്നെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കഥകളി സംഗീതം അതിലേക്ക് എത്തുന്നത്. എവിടെ പഠിച്ചത് ശരിക്കും? ലൈക്ക് ഒഫീഷ്യലി കഥകളി സംഗീതം കലാമണ്ഡലം അല്ലെങ്കിൽ മാർഗി അങ്ങനെ എവിടെയെങ്കിലും? കലാമണ്ഡലത്തിൽ പെർഫോം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി? ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം അവിടെ കഥകളി പദം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ നമുക്ക് എന്തായാലും കേൾക്കാം. ഫാത്തിമ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ലവണാസുരവധം ആ കഥയാണ് പാടാൻ പോകുന്നത്. വെരി ഗുഡ്, അടിപൊളി. ആ കയ്യില് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ട് 2 വാക്ക്. ഇത് ചേങ്ങിലയാണ്. ഇത് കഥകളി സംഗീതം പാടുമ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ബധ്വാദം സമരേ സമീരണസുതം സീത സുദൗ സമ്യക് ജ്ഞാനവദാം വരം കപിവരം മാധുസമീപം ഗദൗ സീത അത്ഭുത വിക്രമസ്വദൈത പ്രഖ്യാത ഭക്തം മുദ മുഗ്ധം ഭക്തമവേക്ഷ്യ വാചമവദൽ മന്ദാക്ഷരം ഹന്ത ഹന്ത ഹനുമാനേ ബന്ധീത ആയതും ഓർത്താൽ എന്തി വണ്ണം വന്നിടുവാൻ ചിന്തി ദൈവ ചേഷ്ടിതം. ഇത് നമ്മുടെ കഥകളി സംഗീതം എന്ന് പറയുന്നത് എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ഈ ജനറേഷനിൽ ഒരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കേൾക്കുമായിരുന്നു, ഈ പറഞ്ഞ പോലെ ഹൈദരാലി സാറിന്റെയും ഹരിദാസ് സാറിന്റെ ഒക്കെ ടേപ്പ് കേൾക്കുമായിരുന്നു. അങ്ങനെ കഥകളി പോയി കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം നളചരിതമൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ കുറെ കാലമായി കേട്ടിട്ട് ആ ഒരു സന്തോഷമുണ്ട്. നന്നായിട്ട്